ഇപ്പോഴുള്ള കാര്യങ്ങൾ റിഫാക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് പുള്ളിനെ നല്ല തളർത്തി. അപ്പൊ അവൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, എന്തെങ്കിലും കാണിക്കുമെന്ന് പറഞ്ഞു. മേ ബി അതായിരിക്കാം സൂസൈഡിനുള്ള കാരണം. കുട്ടീനോടൊരു സ്നേഹം ഉണ്ടെങ്കിൽ കുട്ടി എന്റെ കയ്യിലിരിക്കുമ്പോ തല്ലൂല. കുട്ടി അലറുമ്പോ, കുട്ടി കരയുമ്പോ ആ സൗണ്ട് എന്റെ എപ്പോഴും ഉണ്ട് എന്റെ ചെവിയിൽ. കാരണം മാനു കാരണം ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും ഉപ്പയൊക്കെ. ഉള്ള സ്വത്ത് മൊത്തം മാനുടെ കേസിനും കാര്യങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരാളാണ്. നമ്മളത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു സംഭവം എനിക്ക് പറയാനുള്ളൂ. എന്ത് മാനു തെറ്റ് ചെയ്താൽ പോലും ഞാൻ പിന്നെയും ചെല്ലും. ഇത്രയും നാള് ഇപ്പൊ കുറെ നാള് ഒരുമിച്ച് ജീവിച്ചെന്നല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് കാണുന്ന റിഫനെ അല്ലെങ്കിൽ സഫേനെയും മെഹനാസിനെയും മാത്രമേ കാണുന്നുള്ളൂ. ചിരിച്ച് കളിച്ച് നല്ല എൻജോയ് ചെയ്ത് വീഡിയോസ് എടുക്കുന്ന ആൾക്കാരെ മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. അതിന്റെ പുറകില് ഇങ്ങനെ ഒന്നുമല്ല കഥകള്. ശരിക്കും കുറെ നാൾ ഒരുമിച്ച് ജീവിച്ചു. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്താണ് ഈ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയത് സഫ? എന്താ ഇപ്പൊ പറയാ, അതില് എന്താ, നമ്മളത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു സംഭവം എനിക്ക് പറയാനുള്ളൂ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനാണ് പിന്നെ വലിഞ്ഞു പോവാറ്. എന്ത് മാനു തെറ്റ് ചെയ്താൽ പോലും ഞാൻ പിന്നെയും ചെല്ലും. നമുക്ക് ലൈഫാണ്, ശരിയാക്കി എടുക്കണം എന്നുള്ളൊരു സംഭവമാണ്. പക്ഷെ ഇപ്രാവശ്യത്തിൽ എനിക്ക് എന്തോ ഭയങ്കര ഒരു വിഷമവും മെന്റലി ഞാൻ ഓക്കെ അല്ലാണ്ടായിപ്പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ. സിറ്റുവേഷൻ ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും കുട്ടീനോടൊരു സ്നേഹം ഉണ്ടെങ്കിൽ കുട്ടി എന്റെ കയ്യിലിരിക്കുമ്പോ തല്ലൂല. കുട്ടി അലറുമ്പോ, കുട്ടി കരയുമ്പോ ആ സൗണ്ട് എന്റെ എപ്പോഴും ഉണ്ട് എന്റെ ചെവിയില്. കൊച്ച് സൗണ്ട് ആക്കണം. അങ്ങനെ ഒരു സ്നേഹമുള്ള വാപ്പയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. ഇപ്പൊ സഫ നേരത്തെ പറഞ്ഞു സഫയുടെ രണ്ടാമത്തെ വിവാഹമാണ് മെഹനാസ് എന്നുള്ളത്. ആദ്യത്തെ വിവാഹം എന്ത് പറ്റിയതായിരുന്നു? അത് കുറച്ച് ഹസ്ബൻഡിന്റെ ഫാമിലി ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. പേഴ്സണൽ ആയിട്ട് ഞാൻ പറയാൻ നിൽക്കുന്ന ആളല്ല, പറയുന്നില്ല. ഫാമിലി ഇഷ്യൂ പറഞ്ഞാൽ അത് ലീഗൽ ഡിവോഴ്സ് ആയിട്ടായിരുന്നു മെഹനാസിന്റെ. അപ്പം ഈ മെഹനാസിന്റെ ഒരു ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു, അങ്ങനെയാണ് കണക്ട് ആയിരുന്നത്. അപ്പം ഇപ്പൊ കല്യാണം കഴിച്ചതിന് ശേഷം പറയുന്ന കാര്യങ്ങളും അതിന് മുന്നേ പ്രണയിക്കുന്ന ടൈമിൽ പറയുന്ന കാര്യങ്ങളും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവില്ലേ? ഓരോ ഡിഫറൻസ് എന്തായിരുന്നു? ഈ കെയറിങ്, കൂടുതലുള്ള കെയറിങ്. ആദ്യമൊക്കെ എപ്പോഴും വിളിച്ചിട്ട് മീൻസ് ഞാൻ വർക്ക് കഴിഞ്ഞ് നൈറ്റ് ആയിട്ടൊക്കെ വരാറ്. ആ സമയത്തൊക്കെ ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ഒരു കെയറിങ് കാര്യങ്ങളും മാരേജിന് ശേഷം ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ഇപ്പം പ്രണയിക്കുന്ന സമയത്ത് സഫ റിഫാനെ കുറിച്ച് ചോദിച്ചിട്ടില്ലേ? ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ അപ്പോഴുള്ള കാര്യങ്ങൾ, റിഫാക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് പുള്ളിനെ നല്ല തളർത്തി. അപ്പൊ ഇതുപോലെ ദുബായില് റിഫ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു വ്യക്തിയുണ്ട്. ആ ഒരു വ്യക്തിയായിട്ടായിരുന്നു റിലേഷൻ, പേര് പറയുന്നില്ല. അപ്പൊ ആ ഒരു വ്യക്തി ദുബായിൽ വെച്ച് ഇവളെ മീറ്റ് ചെയ്തു എന്നൊക്കെയാണ് മാന് പറയുന്നത്. ചിലപ്പോൾ അവൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, എന്തെങ്കിലും കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. മേ ബി അതായിരിക്കാം സൂസൈഡിനുള്ള കാരണം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ മെഹനാസ് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ മെഹനാസിന്റെ ഭാഗത്തു നിന്നുള്ള ഉപദ്രവം ആയാലും ഉപദ്രവിച്ചെന്ന് പറഞ്ഞിട്ടില്ല. അവര് നല്ല രീതിക്കായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ സഫയ്ക്ക് മെഹനാസിനോട് തോന്നിയ ഒരു ഇഷ്ടം എന്തായിരുന്നു? ഒരു സഹതാപമായിരുന്നോ? സഹതാപം ഉണ്ടായിരുന്നു. അത്രയും നല്ലൊരു ചെക്കനെ, അതായത് തെറ്റ് ചെയ്യാണ്ട് കുറ്റക്കാരനായി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ. അപ്പോഴും വീട്ടുകാരൊക്കെയും അല്ലെങ്കിൽ നാട്ടുകാരൊക്കെയും വിചാരിച്ചുകൊണ്ടിരുന്നത് മെഹനാസ് ആണ് അതിന് കാരണം. കൂടെയുള്ള ഭാര്യ സൂസൈഡ് ചെയ്യണമെങ്കിൽ ഭർത്താവ് ഹസ്ബൻഡ് ആയിരിക്കണമല്ലോ കാരണം. അപ്പൊ വീട്ടുകാരിങ്ങനെ ഒരു കാര്യം വിചാരിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പം വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അപ്രോച്ച് എന്തായിരുന്നു? വീട്ടുകാർ പറഞ്ഞായിരുന്നു. വാപ്സിക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ഇൻഫ്ലുവൻസസിനൊന്നും അറിയില്ല. ഉമ്മച്ചിക്ക് അറിയായിരുന്നു. ഉമ്മച്ചി പറഞ്ഞു. ഉമ്മച്ചിക്ക് വലിയ താല്പര്യം ഉമ്മച്ചി പറഞ്ഞില്ല. ഇതുപോലെ ഇഷ്ടമുള്ള ഒരാളാണ്, താല്പര്യം കാണിച്ചില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് കൊണ്ട് വീട്ടുകാരെ സമ്മതിച്ചു, അത്രയാണ്. അത് സഫയുടെ രണ്ടാം വിവാഹം കൂടി ആയതുകൊണ്ടാണോ ഒരു കാര്യത്തില് സമ്മതിച്ചതും? പറയാൻ പറ്റില്ല, മേ ബി ആയിരിക്കാം. അപ്പോ ഈ മെഹനാസിന്റെ ഫാമിലി ആയിട്ട് സഫയ്ക്ക് ബന്ധം ഉണ്ടായിരുന്നില്ലേ മുന്നോ? ലൈക്ക് കല്യാണത്തിന് ശേഷം ബന്ധമുണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് താമസിച്ചിട്ടൊക്കെ. ഞാൻ പ്രഗ്നന്റ് ആയപ്പോ ഉമ്മയുടെ കൂടെ തന്നെ ആയിരുന്നു. അവരെങ്ങനെയായിരുന്നു? അവിടെ ഉപ്പ നല്ല ഒരു ഉപ്പയാണ്. എന്തേലും മാനു തെറ്റുണ്ടെങ്കിൽ പോലും അതെല്ലാം ശാസിച്ചതാക്കുന്ന ഒരു വ്യക്തിയാണ് ഉപ്പ. ഉപ്പാനോട് എനിക്ക് അന്നൊന്നും ബഹുമാനം. ഈ ഒരു പ്രശ്നം നടന്നിട്ടോളും എനിക്ക് ഉപ്പാനെ വിളിച്ച് പറയാൻ പറ്റിയിട്ടില്ല. കാരണം ആ വ്യക്തിനെ എനിക്ക് സങ്കടപ്പെടുത്താൻ ഇഷ്ടമല്ല. കാരണം മാനു കാരണം ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും ഉപ്പയൊക്കെ. ഉള്ള സ്വത്ത് മൊത്തം മാനുടെ കേസിനും കാര്യങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഉപ്പാന്റെ അടുത്ത് പറയുമ്പോ എനിക്ക് എന്തോ ഒരു വിഷമമുണ്ട്. ഉപ്പാനെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ കേസൊക്കെ, ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തായാലും ഉപ്പ അറിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം ഉപ്പായോ ആ വീട്ടിൽ വിളിച്ചില്ല, ഉമ്മ വിളിച്ചായിരുന്നു ഇന്നലെ. ഉമ്മ വിളിച്ചിട്ട് സഫയുടെ കൂടെ തന്നെയാണോ നിന്നത്? ഉമ്മ നിന്നതെന്ന് പറഞ്ഞെങ്കിലും മാനുടെ ക്യാരക്ടർ അറിയാം. ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഉമ്മാക്ക് അറിയാവുന്നതല്ലേ, എത്ര ചെയ്തിട്ട് ഞാൻ അത്രയും പുറകെ നടന്ന്
ഇതാക്കിയിട്ട് ഉമ്മക്ക് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോ ഉമ്മ അതൊക്കെ ശരിയാണ്, പക്ഷെ കേസായിട്ട് പോണ്ടായിരുന്നു എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. നമ്മളല്ലേ ഇടങ്ങേറാവണത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നിട്ട് മാനു സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇടുന്നത് ഉമ്മ കണ്ടതല്ലേ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞാൽ കേൾക്കൂലല്ലോ മോളെ, നമ്മ എന്താ ചെയ്യല് എന്നൊക്കെ ചോദിച്ചിട്ട് ഉമ്മ വിഷമം പറഞ്ഞു.